ബിഗ് ബോസിൽ ഈ ആഴ്ചയിൽ എവിക്ഷൻ നടത്തുന്നത് ലാലേട്ടനല്ല, നമ്മുടെ സ്പൈക്കുട്ടനാണ്. എവിക്ഷൻ ആയ ആളിന്റെ പേരുമായിട്ട് നമ്മുടെ സ്പൈക്കുട്ടൻ കൺഫെഷൻ റൂമിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പം നമ്മുടെ സ്പൈക്കുട്ടന്റെ പുറത്ത് നമ്മുടെ എവിക്ഷനുള്ള ആളിന്റെ പേര് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റേജിൽ നമ്മുടെ ലാലേട്ടൻ ഒരു കാർഡ് എടുത്ത് കാണിക്കുന്നു, എവിക്ഷൻ ആയ ആളുടെ പേര് ഉണ്ടോ എന്ന് നോക്കുന്നു. പക്ഷെ അതിനകത്ത് പേരില്ല. ആ സ്പോട്ടിൽ തന്നെയാണ് നമ്മുടെ സ്പൈക്കുട്ടൻ അകത്തേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ സാധ്യതയുള്ള 2 പേരെന്ന് പറയുന്നത് അഭിലാഷും ജിഷിനും ആണ്. പക്ഷെ ജിഷിൻ പോയാലും അഭിലാഷ് പോയാലും അൺഫെയർ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതിൽ 2 പേരും നല്ലതുപോലെ ഗെയിം കളിക്കുന്നവരാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്നവരാണ്. സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ അവർ പോകേണ്ടതല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും ഒന്ന് പുറത്തു പോയെങ്കിലല്ലേ പറ്റത്തുള്ളൂ. എപ്പോഴും നിൽക്കാൻ പറ്റൂ. ഇനിയിപ്പോ 30 ദിവസം കൂടെയുള്ളു. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് പേര് പോയേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ആഴ്ച നമ്മുടെ ജിഷിനോ അല്ലെങ്കിൽ അഭിലാഷോ ഇവരിൽ ഒരാൾ പോകും. അത് ഉറപ്പായിട്ടും പോകും. ഇനി 2 പേരും പോകുമെന്ന് അറിയത്തില്ല. പിന്നെ അടുത്ത ആഴ്ച പുതിയ ഗെയിം ആരംഭിക്കുന്നു. സാബുമോനൊന്നും എനിക്ക് തോന്നുന്നില്ല അവിടെ നിൽക്കാൻ അർഹതയുണ്ടെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, സൈലന്റ് ആയിട്ട് നിന്നും ആരെങ്കിലും ഒക്കെ ബിഗ് ബോസിനകത്ത് കയറി വരണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം അർജുൻ നിന്നാണ് ഒന്നും പറയാതെ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് നിന്ന് പിന്നാലെ വരെ വരാൻ സാധ്യതയുള്ള വ്യക്തിയാണ് സാബുമോൻ.